ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ഒരു മാംഗോ ഷേക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ച മാങ്ങയാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയം ആയത് കാരണം വീട്ടിൽ മക്കള് തണുത്ത വെള്ളം കുടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഒരു ഷേക്ക് അടിച്ചു കൊടുക്കാനേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മിക്ക വീടുകളിലും ഇപ്പോൾ പഴുത്ത മാങ്ങയായിട്ടും പച്ച മാങ്ങയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്നോളൂ, നമുക്കൊരു ഷേക്ക് അടിച്ച് കുടിക്കാം. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് മനസ്സും ശരീരമൊക്കെ നല്ലതുപോലെ കുളിർമ കിട്ടുന്ന ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ദാണ്ട ഈ ചൂടായതുകൊണ്ട് വെയിലത്തിരുന്നിട്ട് അവൻ കാലില് കവറിൽ വെള്ളം നിറച്ചതാ, സോറി കാലിലല്ല കവറിൽ വെള്ളം നിറച്ചതാ, കാല് മുക്കി വെച്ചോണ്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നാ അവന്റെ ഫേസ് മൊത്തം വെയിലടിക്കുന്നുണ്ട്, കാലിന് മാത്രമേ ഒരു ആശ്വാസം കിട്ടുന്നുള്ളൂ. ഷേക്ക് അടിക്കണ്ടേടാ, പോവാം. നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്നൊന്ന് കണ്ടാലോ. അപ്പൊ നമ്മുടെ മാംഗോ ആണ്. അപ്പൊ ഞാൻ ഇത്രയും മാങ്ങ എടുക്കുന്നില്ല കേട്ടോ. ഇതിലൊന്ന് ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഷേക്ക് അടിക്കാനാണ് കേട്ടോ പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാലേ ഇവിടെ അമ്മയും ഏട്ടനും മധുരം കഴിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത് അവർക്ക് കൊടുക്കുന്നില്ല കേട്ടോ. അവർക്ക് മാങ്ങയായിട്ട് അവർ കഴിക്കട്ടെ. അപ്പൊ മക്കൾക്ക് മാത്രമാണ് ഞാൻ ഷേക്ക് അടിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു മാങ്ങ എടുത്താണ് കേട്ടോ ഷേക്ക് അടിക്കുന്നത്. അപ്പൊ ഇത് വേറെ പിന്നെ മിൽക്ക് മെയ്ഡ് വേണം. മിൽക്ക് മെയ്ഡ് ഇല്ല എങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. പക്ഷെ മിൽക്ക് മെയ്ഡാണ് ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ പശുവും പാല് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിലൊന്ന് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ തിളപ്പിച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചിട്ട് ഫ്രീസറിലാക്കി ഒന്ന് നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലാണേ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടാലോ. അപ്പൊ ഈ മാങ്ങയൊക്കെ ഒന്ന് ഞാൻ ആദ്യം കഴുകി ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് ഞാൻ കഴുകി തൊലിയൊക്കെ ഒന്ന് ചെത്തി നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. മാങ്ങയുടെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ട് വന്നേ. ഇനി നമുക്ക് ഇതിനൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞ് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഇതിനൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ടോ ഇനി മാങ്ങ കാണില്ല. ഇപ്പൊ ഓക്കെ. അങ്ങനെ ഞാനിതാ മാങ്ങയൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നതാണ്. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന ഈ ഒരു ഷേക്ക് ആയിരിക്കും കേട്ടോ. പഞ്ചസാര ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഷേക്കിന് വേറൊരു ടേസ്റ്റാണ്. എന്നാൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴത്തേക്കും അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചതാണ്. അപ്പോഴത്തേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വലിച്ച് പൊട്ടിച്ചപ്പോഴത്തേക്ക് ഫുൾ മിൽക്ക് മെയ്ഡും അതിനകത്ത് വിഴുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല, കാരണം മാങ്ങ ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പോൾ കുറച്ച് ടേസ്റ്റിന് മാത്രം മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ പാലും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ച പാല്, അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് ഫുള്ളും തെറിച്ച് പോകും. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അടിച്ചിട്ട് ഞാൻ പിന്നെ അതാ പാല് കുറച്ചും കൂടെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തു. അപ്പോൾ ഇതിനേക്കാളും നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ വീണ്ടും ലൂസാക്കാം പാലൊഴിച്ച്. അപ്പോൾ ഞാൻ ഇത്ര കട്ടിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഷേക്കല്ലേ, അപ്പോൾ നല്ല ഇങ്ങനെ ഇത്തിരി കട്ടിയിൽ കുടിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മാങ്ങ കടിക്കാൻ കിട്ടുന്നതും അതൊരു വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് മാങ്ങ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഫുൾ അങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് അടിച്ചിട്ടില്ല, കുറച്ചായിട്ട് മാങ്ങ അതിലുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഗ്ലാസ്സിന് കുറച്ച് തികയാത്തതുകൊണ്ട് ഞാൻ ബാക്കി 2 ഗ്ലാസ്സിൽ നിന്നും കുറച്ചെടുത്ത് അതിലൊഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ മാംഗോ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബേബി, സീ യു.